മിസ്ഫിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഷിപ്പിനകത്തുള്ള പഴയ പ്ലേറ്റുകൾ മാറ്റി പുതിയ പ്ലേറ്റ് എങ്ങനെ റിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. ആദ്യമായി അവിടെയുള്ള പഴയ പ്ലേറ്റുകളെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ താഴെ ഈ പ്ലേറ്റുകൾ സപ്പോർട്ട് ചെയ്ത് വെച്ചിരുന്ന ആംഗ്ലിയറുകൾ മാറ്റി പുതിയ ആംഗ്ലിയറുകൾ സ്ഥാപിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് താഴെയിൽ നിന്ന്, അതായത് ഡെക്കിൽ നിന്ന് മുകളിലേക്ക് പുതിയ പ്ലേറ്റുകൾ ഉയർത്തുക എന്നതാണ്. അതിനുവേണ്ടിയാണ് ഇങ്ങനൊരു സപ്പോർട്ട്, ചെയിൻ ബ്ലോക്ക് ഇട്ട് വെക്കാനുള്ള ഇങ്ങനൊരു സപ്പോർട്ട് അവിടെ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. താഴെ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ പുതിയ പ്ലേറ്റ് ഉയർത്തുന്ന പരിപാടി ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പതുക്കെ ആ പ്ലേറ്റ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. 2-3 പേർ ഇതിനു വേണ്ടി സഹായത്തിനായി ആവശ്യമുണ്ട്. ഒരു പ്ലേറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 300ഓളം കിലോ വരും. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു പരിപാടിയാണിത്. പ്ലേറ്റ് ഏകദേശം മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഇനി അത് പതുക്കെ റിലീസ് ചെയ്ത് അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് വയ്ക്കുക എന്നതാണ് അടുത്ത കടമ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 300 കിലോഗ്രാം ഉള്ള പ്ലേറ്റ് ആയതിനാൽ ഇതെടുത്ത് വെക്കുമ്പോൾ സേഫ്റ്റി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കയ്യിലോ കാലിലോ ഇത് വീണ് കഴിഞ്ഞാൽ അത്രയും ഭാഗത്ത് കാര്യമായ ക്ഷതം സംഭവിക്കുന്നതാണ്. ഈ പ്ലേറ്റിൻ്റെ എഡ്ജ് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് പോലെ ചാംഫർ ചെയ്തിട്ടുള്ളതാണ്. അതായത് 45 ഡിഗ്രിയിൽ ഗ്രൈൻഡ് ചെയ്ത് വെൽഡ് ചെയ്യാൻ പാകത്തിന് മാറ്റിയിരിക്കുന്നതാണ്. ആ പ്ലേറ്റ് യഥാസ്ഥാനത്തേക്ക് വെൽക്കുന്ന ജോലിയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്ലേറ്റ് ഒരു സ്ഥാനത്ത് എത്തിച്ച ശേഷം അതിലെ ഫിക്സിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. പുതിയൊരു പ്ലേറ്റ് ഇടുമ്പോൾ കറക്റ്റ് ഡെക്കാണെങ്കിൽ അതിൻ്റെ സെൻട്രൽ തന്നെ വരണം എന്നുള്ളതാണ് രീതി. അതിനാൽ ആദ്യ പ്ലേറ്റ് തന്നെ നടുവ് ഭാഗം നോക്കിയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫിക്സിംഗ് കഴിഞ്ഞിട്ടുള്ള സൈഡ് കാര്യങ്ങൾ ആണിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത പ്ലേറ്റ് സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള കട്ടിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത തവണ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.